ഐശ്വര്യം നിറഞ്ഞ ഒരു സുന്ദരി കുട്ടിയാണ് അടുത്തതായി എത്താൻ പോകുന്നത്. ആളുടെ മുഖത്ത് എന്തൊക്കെയൊക്കെയോ മിന്നിത്തിളങ്ങുന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ലിപിക ജി ലിവിൻ. ഹായ് ലിപിക കുട്ടി, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണല്ലേ വന്നിരിക്കുന്നേ? അതെ. ഓക്കെ ലിപിക, എന്താണ് ഈ ചിരിയുടെ രഹസ്യം? ചിരിക്കുന്നത് എപ്പോഴും ഉണ്ട് എനിക്ക്. എപ്പോഴും ചിരിക്കും അല്ലേ? ഭയങ്കര കോൺഫിഡന്റ് ആവുമ്പോഴാണോ ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ വന്നാലും ചിരിക്കുമോ? എപ്പോഴും ചിരിക്കും. എപ്പോഴും ചിരിക്കും അല്ലേ? ചിരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ആയുസ് വർദ്ധിക്കും. ലിപികയ്ക്ക് എത്ര നാൾ ജീവിക്കണം? എനിക്ക് എപ്പോഴും ജീവിക്കണം. എപ്പോഴും ജീവിക്കണം. ഒരു 100 വയസ്സ് വരെ? യെസ്. അത് കഴിഞ്ഞ് പോണോ? ഓക്കെ. അപ്പോൾ ഒരു 100, 110, 150 വയസ്സ് വരെയൊക്കെ ജീവിക്കട്ടെ കേട്ടോ. അപ്പോഴും ചിരി മറക്കരുത്. ഓക്കെ, ഇവിടെ ആദ്യം എന്താ നമുക്ക് ചെയ്യാനുള്ളത്? റാമ്പ് വോക്ക് റെഡി ആണല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി അനൗൺസ് ചെയ്യട്ടെ? ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ലിപിക ജിവിന്റെ ട്രഡീഷണൽ റാമ്പ് വോക്ക് കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ്, കേരളാസ് ലാർജസ്റ്റ് മൾട്ടി ബ്രാൻഡ് EV ഡീലർ. Chungat Gold, precious like me. Ajanora, get set fly. ഫോർ കിഡ്സ്, വാട്ടർ സ്റ്റോർ, പേൾസ് ഫാഷൻ ബൊട്ടിക് പാലാരിവട്ടം കൊച്ചി, റിറ്റ്സോൺ അപ്പാരൽ, ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ, ട്രെയിനിങ് ഫോർ യു, ബാംഗ്ലൂർ ഫാഷൻ കോളേജ്, കൂൾ കളേഴ്സ്. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് EV ഡീലർ. എല്ലാ പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡുകളും ഒരു കുടക്കീഴിൽ. ചെക്കോ ഇലക്ട്ര, റേ മോട്ടോഴ്സ് ആൻഡ് സിപ്പ് ഇലക്ട്രിക്. ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ്, കേരളാസ് ലാർജസ്റ്റ് മൾട്ടി ബ്രാൻഡ് EV ഡീലർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതായാലും ചുങ്കത് ജ്വല്ലറിയിൽ നിന്നും 916 HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ സുവർണാവസരം. സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ആ ദിവസത്തെ സ്വർണ്ണവിലയേക്കാൾ ഗ്രാമിന് 30 രൂപ അധികമായി പഴയ സ്വർണ്ണത്തിന് നേടാം. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് 10% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യാം. ഈ ഓഫറുകൾ സെപ്റ്റംബർ 15 വരെയുള്ള പർച്ചേസുകൾക്ക് മാത്രം. ചുങ്കത് ജ്വല്ലറി. വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം ഇലക്ട്രോ ഗ്രീൻ പ്രസൻസ് ഇൻസ്പയർ സുന്ദരി കുട്ടി സീസൺ 4. ലിപിക കുട്ടി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? ലിപിക കുട്ടിയുടെ ഡ്രസ്സിന്റെ കളറാണ്. ഈ പിങ്ക് കളറാണോ ഇഷ്ടം? നല്ല രസമുണ്ട്. ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു പിങ്ക് കളറിൽ കേട്ടോ. അങ്ങനെ ചുവന്ന ഒരു പിങ്കിഷ് കളറിലിരിക്കുന്നു. സുന്ദരിയായിട്ടുണ്ട്. ഓക്കെ, ലിപിക കുട്ടിയുടെ വിശേഷങ്ങൾ പറയാൻ റെഡിയാണോ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിപിക. കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് എൻ്റെ സ്ഥലം. ഇനി 5ാം ക്ലാസ്സിലേക്ക്. അച്ഛൻ ലിബിൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. അമ്മ ഗോപിക ഹൗസ് വൈഫാണ്. ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. കൂടാതെ എനിക്കൊരു പെറ്റുമുണ്ട്. ഡാൻസ് ചെയ്യാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. 4 വയസ്സ് മുതൽ ക്ലാസിക്കൽ ഡാൻസും 1 വർഷമായി വയലിനും പഠിക്കുന്നു. ഭരതനാട്യം പൂർത്തിയാക്കി. വയലിൻ വായന, ഡ്രോയിങ്, ഡാൻസിങ്, ക്രാഫ്റ്റ് വർക്ക് എന്നിവ ഞാൻ ചെയ്യാറുണ്ട്. ഒരു വെറ്റിനറി ഡോക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം. കൂടാതെ അഭിനയവും നൃത്തവും മോഡലിങ്ങും എൻ്റെ പാഷനാണ്. ഒരു സിനിമയിലും ഒരു ആൽബത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒത്തിരി സ്റ്റേജ് പെർഫോമൻസും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിയപ്പെടുന്ന നല്ലൊരു നടിയും മോഡലുമായി തീരാനാണ് ഞാൻ സുന്ദരിക്കുട്ടിയിൽ വന്നത്. സുന്ദരിക്കുട്ടി ടീമിന് എൻ്റെ നന്ദി. താങ്ക് യു. ഓക്കെ, അപ്പോൾ വലിയൊരു ആക്ട്രസിന്റെ മുമ്പിലാണ് ഞാൻ ഈ നിൽക്കുന്നതല്ലേ? ഓക്കെ, സെലിബ്രിറ്റി ആണ് ഓൾറെഡി. ഒന്നുകൂടെ സെലിബ്രിറ്റി ആവാൻ വന്നതാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ക്യൂട്ട് സെലിബ്രിറ്റി ആയ പ്രിയ മാമിനോട് ചോദിച്ചാലോ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഓക്കെ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? Lipika, actually your dressing style, no? It's like style, then substance and simplicity together. ഒരു വളരെ catching, okay, very nice. എന്തുകൊണ്ടാണ് വെറ്റിനറി ഡോക്ടർ ആവാൻ ഇഷ്ടം?
എനിക്ക് മൃഗങ്ങളെ വലിയ ഇഷ്ടമാണ്. ആണോ? അപ്പൊ ആനയൊക്കെ നോക്കാൻ പേടിയുണ്ടാവോ? ആനയ്ക്ക് ഇല്ല. ഇല്ല. വെരി ഗുഡ്. ഐ മീൻ ഇറ്റ്സ് നൈസ് ദാറ്റ്. എന്താ? സാറ് പറയാ അരിക്കൊമ്പൻ്റെ അടുത്തേക്ക് വിടാന്ന്. വിട്ടേ? ആന്ന് ഇഷ്ടമാന്ന് പറയുന്നത്. ദാറ്റ്സ് നൈസ്. ഐ മീൻ ഈ ഒരു പ്രൊഫഷനും അങ്ങനെ ഒരു താല്പര്യവും, ആൻഡ് യു ഹാവ് എ ഗുഡ് ഹൈറ്റ് ഓൾസോ, സോ ദാറ്റ് ആഡ്സ് ഓൺ ടു യുവർ പ്രൊഫഷൻ. സോ ഓൾ ദി ബെസ്റ്റ് ടു യു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രിയ മാം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് സലാം സാറാണ്. ചോദിക്കാം അല്ലേ? സലാം സാർ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? മോള് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, സ്മാർട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ന് വന്ന എല്ലാവരും ഭയങ്കര നല്ല ചിരിച്ചുകൊണ്ടാണ്. അത് തന്നെ ഒരു ഞങ്ങൾക്ക് ഭയങ്കര രാവിലെ മുതൽ ഭയങ്കര മൂഡുണ്ട്. നമുക്ക് ഈ റിഫ്ലക്ഷൻ ആണല്ലോ എപ്പോഴും. ആ കുട്ടികളുടെ ചിരി വരുമ്പോൾ ഞങ്ങളും ഇങ്ങ് സ്മാർട്ടായി വരികയാണ്. അവരുടെ ഒരു സ്മാർട്ട്നെസ്, പിന്നെ അവരുടെ ഒരു വാക്കിംഗ് സ്റ്റൈല്, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി. മോൾ നന്നായി ചെയ്തു. ഏതൊക്കെ സിനിമയായിരുന്നു? ഏത് സിനിമ അഭിനയിച്ചു എന്ന് പറഞ്ഞ്? ഗംഭീരം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ അല്ലേ? റിലീസ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, റിലീസ് ചെയ്യുമ്പോൾ നാട്ടിലെ വലിയ സ്റ്റാർ ആവട്ടെ. ആളുകൾ, കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് കിട്ടി തുടങ്ങിയില്ലേ? ഓക്കെ ഓക്കെ, നന്നായിരുന്നു മോളെ ടോട്ടലി. പിന്നെ ഒരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തത് അല്ലേ? മറ്റേ സെൽഫ് ഇൻട്രോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻസ് ഉണ്ടായിരുന്നു. അത് ആ കുട്ടി, കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു കുട്ടിത്വം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇപ്പോഴത്തെ പല കുട്ടികളും നമ്മളൊരു 3rd സ്റ്റാൻഡേർഡൊക്കെ കഴിയുമ്പോൾ ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ആ കുട്ടികളായിട്ടിരിക്കുന്നതിനാണ് നല്ലത് കേട്ടോ. ഈ കുട്ടിത്വം ഇത് ഒരു പ്രായം വരെ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ലതാണ്. കാരണം കുട്ടികളായിട്ടിരിക്കുന്നതായിരിക്കും. കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കേൾക്കാൻ അതാണ് ഇഷ്ടം കേട്ടോ. കുട്ടികൾ ഓക്കെ, അത് മോള് കീപ്പ് ചെയ്യുക. പിന്നെ വയലിൻ പഠിക്കുന്നുണ്ട്, ഡാൻസ് 4 years മുതൽ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പം അത്യാവശ്യം പഠിച്ചു അല്ലേ? ഭരതനാട്യം കഴിഞ്ഞു അല്ലേ? അരങ്ങേറ്റം കഴിഞ്ഞോ? അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ കുട്ടിയാണ്. ഓക്കെ, എന്തായാലും ഇനി ഞങ്ങൾക്കിതൊക്കെ കാണണം കേട്ടോ. നന്നായി ഇനിയുള്ള റൗണ്ടുകളിൽ മുഴുവനും നന്നായി പ്രസൻറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് മോളെ. ഓക്കെ, ശ്രേയ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? വെരി ക്യൂട്ട്. എത്ര ക്യൂട്ടാ അവളിവിടെ ചിരിക്കുമ്പോൾ ഇവിടെ ബ്ലഷ് ഇട്ടില്ലെങ്കിലും സോ മച്ച് ബ്ലഷിങ്. വെരി ക്യൂട്ട് മോളു. താങ്ക് യു. വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടേ? ഓക്കെ, യുവർ വാക്ക് ഈസ് ലൈക്ക് മോള് നന്നായി സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വാക്ക് ചെയ്തു. പക്ഷെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തലയാട്ടമുണ്ട്. യെസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തലയാട്ടി പോകുന്നുണ്ട്. ആൻഡ് ഇവൺ പോസിങ് വന്നു കഴിയുമ്പോൾ മോള് ഫോഴ്സ്ഫുള്ളിയാണ് പോസ് ചെയ്യുന്നത്. മീൻസ് കാലെടുത്ത് വെക്കുമ്പോഴും അങ്ങ് എടുത്തങ്ങ് വെക്കുക. ആ ഒരു ഫ്ലോയിൽ അങ്ങ് വെച്ചാൽ മതി. ഓക്കെ, അത്ര ഫോഴ്സ് ചെയ്ത് അങ്ങനെ വെക്കണ്ട. ബട്ട് യു ആർ ലുക്കിംഗ് വെരി പ്രെറ്റി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ഇവൺ ദ പ്രസൻറ്റേഷൻ വാസ് വെരി ഇംപ്രസീവ്. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു, വെൽ പ്രിപ്പയർഡ്. ഇറ്റ് വാസ് വെരി ഗുഡ് ഓവറോൾ. ഇപ്പോൾ ഞാൻ ഈ വാക്കിൽ പറഞ്ഞതിൽ ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. മോൾ നന്നായി വാക്ക് ചെയ്തു. എനിക്ക് മോളിൽ നിന്ന് ഇനിയും ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഈ സജഷൻസ് പറഞ്ഞത്. ഓക്കെ, യു ഡിഡ് റിയലി വെൽ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
താങ്കട തകതിമി തത്തിത്തം തത്തി താങ്കട തകതിമി തത്തി. ശങ്കരാഭരണമായി മാറിയ വാസുകിയും ശാർങ്ങിക്കും മെത്തയായി തീർന്നോരനന്ദനും തക്ഷകൻ കാക്കോടകൻ ശംഖപാലാദികൾ ചേർന്നിട്ട നാഗങ്ങൾ തുണയ്ക്കണേ. സർപ്പാവർണ്ണങ്ങളുടെ സദ്ഗാഥ ചൊല്ലുമേ ഗണപതി ഭഗവാനേ മലർത്തേങ്ങാനെയ്യപ്പം ഇളകി ഇളകന്റെ ഇളക് നാഗേ ഇളകി ഇളകന്റെ മണിശീലേ. കോപിച്ചരുദ്ധനൊരു നാൾ വലിച്ചെറിഞ്ഞു ജനയലങ്കരിച്ചോരനന്ദനേ. വീണ്ടും തപം ചെയ്തു കീറീശിരങ്ങളെ 1000 പണമാക്കി മാറ്റിയ നന്ദൻ അഞ്ജുതനനാഗമായി ദുർജടി ജടയതിൽ വീണ്ടും അലങ്കാരമായി തീർന്നനന്ദൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Electro Green Motors, Kerala's largest multi-brand EV dealer. Chungat Gold. Precious like me. Ajanora. Get set fly. For kids. Water Store. Pearls Fashion Boutique Palarivattam, Kochi. Ritson Apparel. Inspire Institute of Fashion. Training for you. Bangalore Fashion College. Cool Colors. വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം ഇലക്ട്രോ ഗ്രീൻ പ്രസൻസ് ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 4. ലിപിക, ഡാൻസിന്റെ ഒരു എനർജിയിൽ അത് അഴിഞ്ഞു പോയല്ലേ? ബട്ട് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന ആള് പെട്ടെന്നൊരു രൗദ്രഭാവത്തിലൊക്കെ വന്നു. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? എന്താ നമ്മുടെ അടുത്ത റൗണ്ട്? ഫേവറേറ്റ് ടോപ്പിക് റൗണ്ടാണ്. എന്തിനെ കുറിച്ചാണ് മോള് പറയാൻ പോകുന്നേ? എന്റെ നാട്. മോളുടെ നാടിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ലിപിക കുട്ടിയുടെ നാടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ നാടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ നാട് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന ഗ്രാമം. പ്രസിദ്ധമായ കടയ്ക്കൽ വിപ്ലവം നടന്നത് എൻ്റെ നാടായ കടയ്ക്കലാണ്. കൂടാതെ ഉത്സവങ്ങളുടെയും എടുപ്പുകുതിരകളുടെയും നാട്. അനവധി സ്കൂളുകൾ, കോളേജുകൾ, ജാതിമത ഭേദമന്യേ നിരവധി ആരാധനാലയങ്ങൾ, ഇവയെല്ലാം എൻ്റെ നാടിൻ്റെ മുതൽക്കൂട്ടാണ്. എൻ്റെ നാടായ കടയ്ക്കലിനോട് വളരെ ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ നാടിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. നന്ദി, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ആരോട് ചോദിക്കാം? സലാം ബാപ്പു സാറിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ സാർ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസസ്? എനിക്ക് തോന്നുന്നു ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഡാൻസ് നന്നായിരുന്നു. നേരത്തെ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടായതിനേക്കാൾ എനർജി ഉണ്ടായിരുന്നു. വളരെ ശരിക്കും നമ്മൾ ഈ മറ്റേ സർപ്പമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സോങ് ഡാൻസാണ് ചെയ്തത് അല്ലേ? അതൊരു സർപ്പം ഇളകുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഇളകുകയും ഓർണമെന്റ്സുകളെല്ലാം ഇളകിപ്പോവുകയും ചെയ്തു. ആ രീതിയിൽ ബോഡിയെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചു. നന്നായി നല്ല എനർജിയിൽ തന്നെ ഡാൻസ് ചെയ്തു കേട്ടോ. നല്ല ഡാൻസ് നല്ലതായിരുന്നു. ഒരു പക്ക പ്രൊഫഷണലി ഡാൻസ് പോലെ തന്നെ ഫീൽ ചെയ്തു. പിന്നെ ടോപ്പിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പിക്കും നാടിനോടുള്ള സ്നേഹമൊക്കെ വളരെ വ്യക്തമാക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പറയേണ്ട ഏരിയകളെല്ലാം കൃത്യമായിട്ട് ചരിത്രവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും എല്ലാം പറഞ്ഞു. അത് ഞങ്ങൾക്ക് ബോധ്യമായി. എന്തായാലും എപ്പോഴും ഈ ചിരിയുണ്ട്, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതാണൊരു മോളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല അടുത്ത റൗണ്ടുകളിലേക്ക്
ഈ ചിരിയോടെ സന്തോഷത്തോടെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ പേര് മോൾക്കിട്ടതാരാ? അമ്മ അച്ഛനും കൂടി. അച്ഛൻ്റെ പേരുമായിട്ട് വളരെ മാച്ച് ചെയ്തിട്ടാണ് അല്ലേ? എന്താണ് പേര്? ലിപിക ജീത് ലിബിൻ. ലിബിൻ. ലിബിൻ എന്ന പേരുമായിട്ട് വളരെ മാച്ച് ചെയ്ത് അച്ഛൻ്റെ ഒരു സൂത്രമായിരുന്നു കേട്ടോ. അമ്മേനെ വെറുതെ കരുവാക്കിയതാണത്. അമ്മയുടെ പേരെന്താ? ഗോപിക. അമ്മയുടെ പേരൊന്നും അടുത്തൊന്നും പറഞ്ഞില്ല. ആ ലിബിൻ എന്ന് പറയുന്ന ലിപിക അച്ഛൻ്റെ പേര് ഓർമ്മപ്പെടുക വേണ്ടി അച്ഛൻ്റെ അടുത്ത നമ്പറാണ്. അമ്മയുടെ പേരിൽ അമ്മയും കൂടെ തീരുമാനമെടുത്ത. അമ്മയുടെ തീരുമാനം എന്നല്ല, അച്ഛൻ്റെ തീരുമാനം അല്ലേ? അല്ല സർ, ലിപികയുടെ ലിബിയും ഗോപികയുടെ കായും. അങ്ങനെയുണ്ടല്ലേ? അതെനിക്ക് മനസ്സിലായില്ല. ലിപിക. ഓക്കെ കറക്റ്റാ. രണ്ടുപേരും മിക്സിങ് അല്ലേ? ഓക്കെ നല്ല പേര് കേട്ടോ. രസമുണ്ട് കേൾക്കാൻ കേട്ടോ. ഓക്കെ ഗുഡ്. ഓൾ ദി ബെസ്റ്റ് മോളെ. അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ പേരിടുന്ന സമയത്ത്? ഭയങ്കരമായിട്ട് ആലോചിച്ച് എന്തിടും എന്നൊക്കെ ആലോചിച്ചിട്ടേക്കുന്ന പേരാണല്ലേ? ഓക്കെ, എന്തായാലും അതുപോലെ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു മോളും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള ചിരി കളയരുത്. ഓക്കെ, അടുത്ത റൗണ്ടിലും ഇതേ എനർജിയോട് കൂടി വരുമല്ലോ. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപിക കുട്ടിയുടെ വെസ്റ്റേൺ റൗണ്ട് കാണാം. നമ്മുടെ സൂപ്പർ മോഡലായിട്ടുള്ള ശ്രേയ ചേച്ചിനെ ഫോളോ ചെയ്തിട്ടാണല്ലേ വന്നേക്കുന്നത് ഈ പ്രാവശ്യം? ഔട്ട്ഫിറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും ചിരിയും രണ്ടുപേരുടെ എക്സ്പ്രഷൻസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. അങ്ങനെയാണോ? അതെ അല്ലേ? അതേ, ആ ചേച്ചീനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണോ? അതെ അല്ലേ, ചെറുതായിട്ടൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ശ്രേയ ചേച്ചിനോട് തന്നെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞാലോ എന്നാ? ഓക്കെ, ശ്രേയ മാം, മോളൊരു ചോദ്യം ചോദിക്കാമോ? ഹായ് ലിപിക കുട്ടി. ഹായ്. ഞങ്ങൾ മാച്ചിങ് ആണ്. ക്യൂട്ടായിട്ടല്ലേ വന്നേക്കുന്നത്? ഓക്കെ, മോള് നന്നായി വാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബട്ട് മോള് പോസിങ്ങിൽ ഇനിയും ബെറ്റർ ആക്കണം. ബിക്കോസ് ഐ ഹാവ് ഹോപ്പ് ദാറ്റ് യു ആർ വെരി ടാലൻറ്റഡ്. സോ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, സോ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യു ലവ് ഡാൻസിങ് റൈറ്റ്? ഹൂ ഈസ് യുവർ റോൾ മോഡൽ ഇൻ ഡാൻസിങ്? ശോഭന മാം. ശോഭന മാം ആണ്. വൈ? ശോഭന മാം നന്നായിട്ട് ഡാൻസ് കളിക്കും. ഓക്കെ, വാട്ട് അബൌട്ട് ജസ്റ്റ് ഡാൻസിങ് ഓർ പുള്ളിക്കാരത്തിയുടെ വർക്ക് ആണോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് എല്ലാം ഇഷ്ടമാണല്ലേ? അതെ. എവറിഥിങ് യു ലൈക്ക്? യെസ്. ഓക്കെ, താങ്ക് യു മോളു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ഓക്കെ, ലിപികയുടെ നല്ല ഭംഗിയുള്ള പെർഫോമൻസുകളായിരുന്നു, നല്ല എനർജറ്റിക് പെർഫോമൻസുകളായിരുന്നു. വോക്കിൽ കുറച്ച് ഒരു ചെറിയ സജഷൻസ് വന്നിട്ടുണ്ട്. സോ അത് ഫോളോ ചെയ്ത് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ഫിനാലിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു നന്ദി രേഖപ്പെടുത്തിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ, അതായത് മോശമായിട്ടൊന്നും കാണുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ഇങ്ങനൊരു ഫ്ലോറിൽ വരാനും ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനും ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതിൽ നമ്മുടെ സുന്ദരിക്കുട്ടി ടീമിനോട് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ